സ്കിപ്പ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ ഒരു പി സിയിൽ കളിക്കാതെ വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഈ വൈപ്പട്ട് വിളിച്ച് പറഞ്ഞാൽ എൻ്റെ നോബക്കോട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തൽക്കാലത്ത് നമ്മളൊരു പി സി അല്ല ഗൈസ്, ലാപ്ടോപ്പാണ് ഗൈസ്. നമ്മൾ ലാപ്ടോപ്പിന് ഇടക്കിടക്ക് പി സി എന്ന് പറയും ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ കളിക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും കഷ്ടമാണ്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിനെ കൊണ്ടാണ് റെക്കോർഡ് ചെയ്യിപ്പിച്ചത്. കാരണം എനിക്ക് കളിക്കാനും റെക്കോർഡ് ചെയ്യാനും ഒരുമിച്ച് കഴിയില്ലല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും ഓൾറെഡി ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യില്ല ഗൈസ്. സ്ക്രിപ്റ്റ് അല്ലാതെ മനസ്സിലാക്കാനാണ് ഞാൻ അടിക്കുന്ന കുറച്ചൊക്കെ റീലാണ് മനസ്സിലാക്കാൻ വേണ്ടി. ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളെന്തായാലും നേരെ കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കളി കയറുകയാണ്. നമ്മൾ കളി കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് മസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളെ ഒപ്പോണൻ്റ് വന്നിരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് പേരൊക്കെ ഒരു ജാതി പേരാണ്. 4XEF എന്തൊക്കെ എഴുതിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തായാലും പേരൊരു ജാതി പേരാണ് ഗൈസ്. അപ്പോൾ നമ്മളെ പേര് വൈപ്പട്ടർ 2K ഗൈസ്. പൂവർ ഇൻ്റർനാഷണൽ ഗൈസ് പി സി തള്ളി മറക്കുകയാണ് ഗൈസ്. കാരണം എനിക്ക് കളിക്കാനൊന്നും വല്ലാതെ ഇഷ്ടമില്ല. എന്നാലും സാരില്ല ഗൈസ്, നമുക്ക് നല്ലപോലെ കളിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഒരു ഷോട്ട് കണക്റ്റ് ആകുമോ ഇല്ലയെന്ന് നമുക്കറിയാം ഗൈസ്. അപ്പോൾ നമ്മൾ കമൻട്രി പറയാൻ എനിക്കറിയില്ല ഗൈസ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം ഗൈസ് നല്ലൊരു കമൻട്രിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ എല്ലാവരും മസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചാൽ ഗൈസ്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മണിക്ക് കാര്യങ്ങൾ കളിക്കുക. നമ്മളെ ഗിവ് എവേനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഗൈസ്. നമ്മളെ ഗിവ് എവേനെ പറ്റിയിട്ട് ഒക്കെ ഗൈസ് നമുക്ക് പറയാം ഈ വീഡിയോ തന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ കാണാൻ എല്ലാവരും മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ പി സി ലാപ്പത്തെ ഗെയിം പ്ലേ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വോയിസ് ഓവർ പകുതി കട്ട് ചെയ്ത് പറഞ്ഞ കളയാൻ പറ്റത് വോയിസ് ഇങ്ങനെ ബ്രേക്കായി എന്തൊക്കെയൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് വീഡിയോയ്ക്ക്. അവൾ ഫുൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഫുൾ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ ഇടാത്തത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അതുപോലെ നമുക്ക് വല്ല ചലഞ്ചും കാര്യങ്ങളൊക്കെ തരാണ്ട് ഒക്കെ തരിക. കൂടുതൽ നിങ്ങൾ ലോങ് വോൾഫിന് പറ്റിയ ചലഞ്ച് തരിക. കാരണം എല്ലാ യൂട്യൂബേഴ്സും BR CS ഒക്കെ ചലഞ്ച് ചെയ്യാറുള്ളത്. കയ്യാണ് നിങ്ങൾ ലോങ് വോൾഫിനെ കുറച്ച് ചലഞ്ച് കാര്യങ്ങളൊക്കെ തരിക. നമ്മൾ ചെയ്യാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നാലല്ലേ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അത് കുറഞ്ഞ ടൈമിൽ കഴിയുന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. പക്ഷേ ഇങ്ങനെ BR ചലഞ്ച് CS ചലഞ്ച് എനിക്ക് ടൈമില്ല ഗൈസ്. നമ്മൾ ഗെയിം കളി ഉണ്ടായി നിർത്താൻ തന്നെ പോകുന്നത്. പക്ഷേ ഒന്നാമത് ഇപ്പോൾ സ്റ്റഡീൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് നിർത്തേണ്ടി വരും എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മളെ ചാനൽ കാണാൻ എല്ലാവരും മസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഷോട്ടും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ രണ്ടാമത്തെ ഷോട്ടും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ റഷ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമ്മളൊക്കെ വേറെ വോയിസ് ഓവറായിട്ടാണ് ചെയ്യുന്നത്. കുറേ വോയിസ് ഓവറായിട്ട് നമ്മൾ മുറിച്ചാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അടുത്തോട്ട് കൂടി നമ്മൾ അടിച്ചിട്ടുണ്ട് ആ ചെങ്ങായിനെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ഗിവ് അവേനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ ഗിവ് അവേ 500 സബാകുമ്പോൾ നമ്മൾ 30 റുപ്പീസിൻ്റെ റെഡീം കോഡാണ്. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ഗിവ് അവേ പറഞ്ഞു കഴിഞ്ഞാൽ 800 സബാകുമ്പോൾ 160 റെഡീം കോഡാണ്. അതേപോലെ തന്നെ 1K സബാകുമ്പോൾ ഒരു ഫ്രണ്ട് നമുക്ക് ഗിവ് അവേ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഗിവ് അവേ ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഗൈസ് സ്വന്തം കോണ്ടന്റ് ആവും ചെയ്യാം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഇപ്പോൾ ഈ വീഡിയോ കാണാം. ബാക്കി വീഡിയോനെ പറ്റി നമുക്ക് വേറെ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാനൽ കാണാൻ എല്ലാവരും മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ ഫോളോ ചെയ്യുക, അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ടീ കാര്യങ്ങളൊക്കെ അവർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ടീ കാര്യങ്ങൾ കണക്ട് ആകുമ്പോൾ നമുക്ക് നോക്കാം. ഗൈസ് നമ്മൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ കഴിയുന്നില്ല. കളിക്കാനല്ലേ 1.5 മാസമായിട്ടുള്ളത് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളെ ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും അവൻ ഫ്ലക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുമോ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ വോയിസിന് കുറേ പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളൊക്കെ ക്ഷമിക്കുക ഗൈസ്. നമ്മൾ വലിയ ഡിവൈസും കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ഒക്കെ ഒരു ഫോൺ വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ് നിങ്ങളെ സപ്പോർട്ടിൻ്റെ നമുക്ക് വെട്ടെന്നൊക്കെ കഴിയും. അപ്പോൾ ഗൈസ് 7 ഇയർ ഓൾഡും അതേപോലെ ലോലിവുഡ് കാര്യങ്ങളൊക്കെ മച്ചാട്ടിട്ടുണ്ട്. അത് ഞാൻ കാണുന്നില്ല, കാരണം ഞാൻ അതിൽ കളിക്കുകയാണ്. ഞാൻ ഇപ്പോഴതൊക്കെ കാണുന്നത്. എന്നാലും വീഡിയോ എടുത്തിട്ട് ഒരു 1.5 മാസമായിട്ടാണ് ഞാൻ അത് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ലപോലെ ഒരു കമൻട്രി പറയാനും കഴിയാനാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കമൻട്രി പവറിലേക്ക് കയറാം ഗൈസ്. അപ്പോൾ നമ്മളിതാ ഗൈസ് വൈപ്പട്ട് 6 കാര്യങ്ങളൊക്കെ കയറുന്നു ഗൈസ്. ഷോട്ട് കണക്റ്റ് ആകുമോ ഇല്ലയോ ഗൈസ്. ഒരു വണ്ടർഫുൾ ഷോട്ട് ഇതാ മിസ്സായിരിക്കുന്നു. അതാ അടുത്ത ഷോട്ട് കണക്റ്റ് ആകുമോ ഇല്ലയോ ഗൈസ്. ഇതാ കണക്റ്റ് ആയില്ല ഗൈസ്. എന്തായാലും ഇനി അടുത്ത ഷോട്ട് ഇതാ കണക്റ്റ് ആകുമോ ഇല്ലയോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാ ഗൈസ് ബ്ലൂ ആയിട്ട് ഇതാ വൈപ്പട്ട് 60 ഇരിപ്പാണ് ഇതാ പോകുന്നു ഗൈസ്. അപ്പോൾ അടുത്ത ഷോട്ട് കറക്റ്റായി ഇല്ല ഗൈസ്. അടുത്ത ഷോട്ട് ഗൈസ് ഒരു വണ്ടർഫുൾ ഷോട്ട് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാറ്റിൽ ഓപ്പിന്ന് കമൻറ്റ് ഗൈസ്. വോയിസിന് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ ശ്രമിക്കുക ഗൈസ് നിങ്ങൾ. അപ്പോൾ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുമോ നോക്കാം, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ അടിച്ച് കയറിപ്പഞ്ഞ് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ കൂട്ടിലൂടെ നമ്മൾ എപ്പോൾ രക്ഷപ്പെടുന്നു അപ്പോൾ മോൻ്റെ അവസാനം എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് അപ്പോഴാണ് ഈ ഗൈസ് ഞാൻ M10 കാണുന്നത്. M10 കണ്ടിട്ട് M10 വെച്ച് കളിക്കാൻ നല്ല അറിയില്ല.
അപ്പൊ ഗായ്സ് എന്താ കാലത്തൊന്നും ഒന്നും അല്ല ഗായ്സ്. അപ്പോൾ നമ്മള് ടാക്സി പോയിട്ട് വണ്ടി ഗായ്സ് ഗ്ലൂവാളൊക്കെ ഇടുന്നു. എന്താണിത് കണക്റ്റ് ആവുമോ ഇല്ലയോ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ഗായ്സ്. ഇതാ ഗ്ലൂവാളിട്ട് ചീറിപ്പാഞ്ഞ് ഇതാ റേസ് സ്റ്റാറിന്റെ മൊമെന്റ് വെച്ച് ഇതാ Y6 ഇതാ ഹെഡ് ഷോട്ട് കയറുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം ഗായ്സ്. അപ്പോൾ ഇതാ കയറുമോ ഇല്ലയോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഗ്ലൂവാളിട്ട് അവൻ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്നു ഗായ്സ്. മൗഗ്ലിയുടെ കളിയും കളിച്ച് അവൻ. അപ്പോൾ ഗൈസ് അവനൊരു OP 1 ടാപ്പിനുള്ള ട്രൈ ഗൈസ്. പക്ഷേ 1 ഷോട്ട് മാത്രമേ കണക്റ്റ് ആയിട്ടുള്ളൂ. രണ്ടാമത് OP ട്രൈ ഗൈസ്. അപ്പോൾ നമ്മളവൻ പ്ലക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്. അപ്പോൾ ഗൈസ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അവൻ ലോലിമോട്ട് പ്ലസ് റിലോഡാണ് അടിച്ചത് അവൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഗൈസ് നല്ലപോലെ ഈ അടിച്ചു. എൻ്റെ കയ്യിൽ വാക്കിലി മോട്ടോ ഡൗൺലോഡ് അല്ലെങ്കിൽ ഈ ലോലിമോട്ട് മാത്രം ഡൗൺലോഡ് ചെയ്തു ടാപ്പിൽ. അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലുള്ള റിവഞ്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഈ ഹെഡ്ഷോട്ട് കാര്യങ്ങളൊന്നും ഈ അടിക്കാൻ പോണ ഹെഡ്ഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് അടിക്കാൻ ഗൈസ്. അത് നിങ്ങൾക്ക് ഇതേപോലെ അടിക്കാൻ കഴിയുമോ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് വൈപ്പർ നീഗോ അടിച്ചിട്ട് വൈപ്പർ കയറി വരുന്നു. ഗ്ലൂവാളുകളുടെ മൊമെൻ്റ് സ്പീഡിനുള്ളിൽ ഗ്ലൂവാളുകളെ ചിന്നിച്ചിതറിക്കൊണ്ട് വൈപ്പർ ഇതാ ഒരു OP 1 ടാപ്പ് ഗൈസ് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 1 ഷോട്ട് ഇതാ ഗായ്സ് ആ ചങ്ങായി ഇതാ ക്ലിയർ ആയിരിക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഗായ്സ് ഇനി ഇതാ നെക്സ്റ്റ് റൗണ്ടിൽ ഏത് ഗണ്ണാണ് എടുക്കുക എന്ന് Y6 ഇതാകെ കാത്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക ഗായ്സ്. കാരണം എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ വേറെ ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ വോയിസ് ഓവർ ചെയ്യാൻ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെടുന്നത്. എന്നെ സഹായിക്കാൻ ആരുമില്ല ഗായ്സ്. ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ടിന് നിങ്ങളൊരാളെ നമ്മൾ ഈ പണിയൊക്കെ ഏൽപ്പിക്കുന്നതാണ് ഗായ്സ്. ഇപ്പോഴല്ല കുറച്ച് വലിയ യൂട്യൂബർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ ഈ പണി തരുന്നതാണ് ഗായ്സ്. നമ്മളൊരു ഫാമിലി പോലെ നമുക്ക് മുമ്പോട്ട് പോകും. അപ്പോൾ ഇതാ ഗായ്സ് അപ്പോൾ ഞാൻ നമ്മളെ കമൻട്രി പവറിലേക്ക് കയറാൻ പോവുകയാണ് ഗായ്സ്. ഇതാ Y6 കാര്യങ്ങൾ സ്വന്തം മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചീറിപ്പായുകയാണ് ഗായ്സ്. വൈപ്പറിൻ്റെ ഹെഡ് ഷോട്ട് നമുക്ക് കാണാൻ കഴിയുമോ അല്ലെങ്കിൽ വൈപ്പറിനെ പിന്നെയും ആ ചങ്ങായി പ്ലക്ക് വിടുമോ എന്ന് നമുക്കറിയാം ഗായ്സ്. ഇതാ വൈപ്പറിൻ്റെ റേസ് സ്റ്റാറിനെ വെല്ലുന്ന മൊമെൻറ്റ് ഗായ്സ്. ഇതാ വൈപ്പർ ഇതാ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെ ചിന്തിച്ചിതറി കയറാൻ പോവുകയാണ് ഗായ്സ്. ഇതാ വൈപ്പറിൻ്റെ ഗ്ലൂവാൾ സ്പീഡ് കണ്ടോ ഗായ്സ്. അപ്പോൾ ഇതാ ഗായ്സ് അവൻ്റെ ഒരു കിട്ടില്ല OP ഷോട്ട് ഗായ്സ്. ബട്ട് കണക്റ്റ് ആയില്ല ഗായ്സ്. നെക്സ്റ്റ് എൻ്റെ OP ഷോട്ട് ഇതും കണക്റ്റ് ആയില്ല ഗായ്സ്. അപ്പോൾ ഇതായി പിന്നെയും വൈപ്പർ ഗ്ലൂവാളിട്ട് പോവുകയാണ് ഗായ്സ്. മറ്റേ ചങ്ങായി മൗഗ്ലിയെ പോലെ ഗ്ലൂവാളിനുള്ളിൽ കൂടെ പൊടിച്ച് പായുകയാണ് ഗായ്സ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ ഒരു അടി കുടുങ്ങി നമ്മുടെ വൈപ്പർ പാനിക്കായിട്ടുണ്ട്. എന്തായാലും സാരമില്ല, നമുക്ക് അവനെ അടിച്ചിടുമെന്ന നിലയിൽ നമ്മുടെ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ ഒരു ഹീൽ പോലും ചെയ്യാതെ വൈപ്പർ ഇതാ പുറത്തിറങ്ങുന്നു. ഇതാ വൈപ്പറിൻ്റെ ഒരു ഷോട്ട് കണക്ട് ഗായ്സ്. ഇനി വൈപ്പറയോ അവനെ എടുക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഗായ്സ്. അപ്പോൾ ഇതാ വൈപ്പർ റഷ്യ പോവുകയാണ്. പക്ഷേ വൈപ്പറിന് പിന്നെ തോന്നിയത് മെഡിക്കേറ്റ് അടിക്കണമെന്ന്. അങ്ങനെ ഗായ്സ് വൈപ്പർ മെഡിക്കേറ്റ് അടിക്കുകയാണ്. അപ്പോഴാ ഗായ്സ് അപ്പോൾ വന്ന ഡെസേർട്ടിൻ്റെ ഒരു കിട്ടില്ല OP ഷോട്ട് ഇതാ മിസ്സായിരിക്കുന്നു. അങ്ങനെ ഇതാ വൈപ്പർ നേരെ കയറി പോവുകയാണ്. ബട്ട് ഒരു OP ഷോട്ട് സ്പാസിൻ്റെ കുടുക്കിക്കൊണ്ട് അവനതാ കളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് നെക്സ്റ്റ് കസ്റ്റം. അപ്പോൾ നെക്സ്റ്റ് 2 കസ്റ്റായിട്ടാണ്. ഒന്ന് ഹെഡ് ഷോട്ട് ഓൺലി അൺലിമിറ്റഡ് കസ്റ്റാണ് ലോൾഫിൻ്റെ. അത് രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർമലായിട്ടുള്ള ലോൾഫ് കസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് കസ്റ്റം കാര്യങ്ങളൊക്കെ ഇടാം ഗൈസ്. അപ്പോൾ നമ്മളെ വോയിസ് ഇറക്കാർക്ക് ഇങ്ങനെ മാറി വരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഗൈസ് അടുത്ത നെക്സ്റ്റ് നോർമലായിട്ടുള്ള ഒരു കസ്റ്റം കാര്യങ്ങൾ ഇടാൻ പോകുന്നത്. മറ്റേത് ഹെഡ് ഷോട്ട് ഓൺലി ആയിരുന്നു. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള കസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഫുള്ള് നോർമലാവും. അൺലിമിറ്റഡ് ഗ്ലൂവാളൊന്നും ആവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഗൈസ് Y6 എടുക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ കഷ്ടത്തിനുള്ളിൽ കിടക്കുന്നു. നമ്മുടെ മുമ്പിൽ ആരാണെന്ന് നമുക്കറിയില്ല ഗായ്സ്. എനിക്ക് പരിചയം പോലുമില്ല ഇവരാരാണെന്ന്. അപ്പോൾ ഗൈസ് Y6 ഒരു വീരനായ പോരാളി. ഇവൻ എടുക്കുമോ ഈ കളി എന്നാ നമുക്കറിയാം ഗൈസ്. അപ്പോൾ നമ്മൾ കമൻട്രി പവറിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ തള്ളി മറിക്കുന്നത് സത്യമൊന്നുമല്ല ഗൈസ്. വെറുതെ തള്ളി മറിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് രസം തോന്നിക്കൊണ്ട് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗായ്സ് എല്ലാവരും നമ്മൾ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ് നമ്മളെ. അപ്പോൾ ഗായ്സ് നമ്മുടെ Y6 പോകുന്നു, അടിക്കുന്നു, വരുന്നു ഗായ്സ്. ഒരു OP ഷോട്ട് ഗായ്സ്. ഗായ്സ് കമൻട്രി പറഞ്ഞുകൊണ്ട് എനിക്ക് വരെ ചുമ വരെ വന്നു ഗായ്സ്. നിങ്ങൾ കണ്ടോ? ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആ ഷോട്ട് കണ്ടിട്ട്. അത് ഒരു ഹാക്കർ ഷോട്ടൊന്നും അല്ല ഗായ്സ്. ഒരു ഹാക്കർ ഷോട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ സ്പെക്ടേറ്റർ. സത്യം പറയാൻ നോർമൽ ഷോട്ട് തന്നെയായിരുന്നു അത്. എന്തായാലും പറയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ OP ഷോട്ടേ അത് എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ് കയറി പോകുന്നു, അടിക്കുന്നു, വരുന്നു, പോരുന്നു. ഇതാ ഗൈസ് അടുത്ത നെക്സ്റ്റ് ഡെസേർട്ടിൽ വെച്ചിട്ട് OP ഷോട്ട് ഗൈസ്. Y6 OP ഇൻ ദ ചാറ്റ് ഗൈസ്. വൈപ്പർ എടുക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഗൈസ്. ഇത് വൈപ്പറിൻ്റെ കയ്യിലാവും ഈ കളി എന്ന് നമുക്ക് നോക്കി കണ്ടറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് ഏത് കണ്ണാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം ഗൈസ്. ഇതാ ഏത് കണ്ണാണ് ഇനി ഇപ്പുറത്ത് മച്ചാൻ എടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കാം ഗായ്സ്. അപ്പോൾ ഇതാ M187 ഗായ്സ്. ഇത് വെച്ച് വൈപ്പർ എടുക്കുമോ എന്ന് നമുക്കറിയില്ല ഗായ്സ്. അപ്പോൾ ഇതാ ഒരു ഷോട്ട് കണക്റ്റ് ആയില്ല. അപ്പോൾ ഗായ്സ് അടുത്ത ഷോട്ട് കാര്യങ്ങൾ കണക്റ്റ് ആകുമോ ഇല്ലയോ നമുക്ക് നോക്കിക്കണ്ടറിയാം ഗായ്സ്. ഇതാ നെക്സ്റ്റ് ഷോട്ട് പിന്നെ കണക്റ്റ് ആയില്ല ഗായ്സ്. അപ്പോൾ അടുത്ത ഷോട്ട് കണക്റ്റ് ആകുമോ ഗായ്സ്. ഒരു വണ്ടർഫുൾ ആൻഡ് വാട്ട് OP ഷോട്ട് ഗായ്സ്.
വേണ്ടിയിട്ട് ഗൈസ് ഒരു ബോഡി കഷ്ടത്തിൽ ഒരു ബോഡി പോലും അടിക്കാനാണ് ഗൈസ് 3 റൗണ്ട് എടുത്തത്. ഇതിനു വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ ഉറപ്പായും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഗൈസ്. പ്ലീസ് 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 റിക്വസ്റ്റ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇനി വൈപ്പർ സിക്സ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഓപ്പി ഷോട്ട് മിസ്. അവരങ്ങനെ വൈപ്പറിനെ പ്ലക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആണെന്നറിയില്ല, വൈപ്പറിന് നല്ല സങ്കടമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വൈപ്പർ ഈ കളി എടുക്കുമോ അല്ലെങ്കിൽ ഈ കളി തോൽക്കുമോ? ഈ റൗണ്ട് ഫുള്ളായിട്ട് വൈപ്പർ തോൽക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. അങ്ങനെ വൈപ്പർ ഇതാ SKS UMBയുമാണ് എടുക്കുന്നത്. അവന് SKS UMB വെച്ച് കളിക്കാൻ അറിയില്ലെങ്കിലും അവനെടുത്തു SKS UMBയും. അവന് ഭ്രാന്താണ് ഗൈസ്, ഭ്രാന്ത്. അപ്പൊ ഗൈസ് ഇതാണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്നും നോക്കണ്ട ഗൈസ്. അപ്പൊ ഇതാ വൈപ്പർ 666 ആയിട്ട് കണക്ട് ആവുമോ ഇല്ലയോ ഗൈസ്? അപ്പൊ ഇതാ കണക്ട് ആവുന്നില്ല ഗൈസ്, അടുത്തതും കണക്ട് ആയില്ല. ഇനി കണക്ട് ആവും, ഇത് ഉറപ്പായി കണക്ട് ആവും. ഇതിൻ്റെ അടുത്ത് കണക്ട് ആയില്ല, ഇതെങ്കിലും കണക്ട് ആവും ഗൈസ്, ഇതെങ്കിലും കണക്ട് ആവും. ഇത് കണക്ട് ആയില്ല, ഇത് UMB കാണാം. അപ്പൊ UMB കണക്ട് ആയില്ല ഗൈസ്. അപ്പൊ പണ്ടേ ഞാൻ ബോട്ട് ആയതുകൊണ്ട് ഒന്നും കണക്ട് ആവുന്നില്ല. അപ്പൊ ഗൈസ് അടുത്ത ഷോട്ട് കണക്ട് ആവുമോ? അതും ഇല്ല ഗൈസ്. സെക്കൻഡ് ഷോട്ട്, തേർഡ് ഷോട്ട് ഒന്നും കണക്ട് ആവുന്നില്ല ഗൈസ്. അപ്പൊ ഇതാ ഫൈനൽ ഷോട്ട് ഗൈസ്, ഇതെങ്കിലും കണക്ട് ആയല്ലോ. എന്തായാലും ഗൈസ് നമ്മൾ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക ഗൈസ്. നമ്മൾ 1K ലോഡിങ് ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക. ഈ വീഡിയോ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ശബ്ദങ്ങൾ കുറച്ച് രീതിയിലൊക്കെ മാറും. കാരണം നമ്മൾ ഒരു വട്ടം തന്നെ ഡയറക്റ്റ് ഫുള്ള് വോയിസ് ഓവർ ചെയ്യല്ല. കാരണം അങ്ങനെ കുറച്ച് നിർത്തിയിട്ട് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരുമിച്ച് വോയിസ് ഓവർ ചെയ്യുമ്പോൾ. അപ്പോൾ 2-3 വട്ടം ഞാൻ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ചെന്നിട്ട് ഇത് കുളമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാണിത് നേരെയൊക്കെ കഴിയുമെന്ന്. അപ്പോൾ ഈ വീഡിയോ എങ്കിലും നേരെ ആണെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ വൈപ്പർ 666 ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോ അടി കൊടുക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഗൈസ്. ഇതാ വൈപ്പർ ഫുൾ റെഡ് കാണാൻ കഴിയുമോ? UMB വെച്ചിട്ടുള്ള ഇതാ, അതും കണ്ടില്ല ഗൈസ്, ഇതും കണ്ടില്ല ഗൈസ്. ഇതിൻ്റെ ഒരടി പോലും കണക്ട് ആവുന്നില്ലല്ലോ. ഒരു 2 അടി 1 ടാപ്പ് കളിക്കാനാണ് UMB വെച്ചിട്ട് 1 ടാപ്പ് കളിക്കാനാണ് തീരുമാനം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇതാ വൈപ്പറിൻ്റെ ഒരു ഫുൾ റെഡ് നമുക്ക് കാണാൻ കഴിയുമോ ഇല്ലയോ നമുക്ക് നോക്കിക്കൊണ്ടറിയാം ഗൈസ്. ഇതാണ് ഗൈസ് വൈപ്പറിൻ്റെ ആകാശം നോക്കിയുള്ള ഒരു മൊമെന്റ് സ്പീഡ് ഗൈസ്. കണ്ടോ വൈപ്പറിൻ്റെ മൊമെന്റിങ് സ്പീഡ് കണ്ട് ഞാൻ തന്നെ വരെ ഞെട്ടിപ്പോയി ഗൈസ്. പക്ഷേ ഒരടിയും കണക്ട് ആവാണ്ട് ബോട്ടുകളിലെ വെട്ടിക്കുന്ന കളിയാണ് ഗൈസ് ഈ വൈപ്പറിൻ്റെ. എന്താ ചെയ്യുക ഗൈസ്? അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ പിന്നെയും പ്ലക്കി വിട്ടിട്ടുണ്ട് ഈ പ്ലക്കൽ വാസു. അപ്പോൾ എന്തായാലും നമുക്ക് സാഹചര്യം നമുക്ക് ഈ അടുത്ത റൗണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും, നമുക്ക് എന്തായാലും എടുക്കാൻ കഴിയും എന്നുള്ള കാര്യം വിശ്വാസം ഇരിക്കട്ടെ. എന്തായാലും സാറില്ല ഗൈസ്, നമ്മൾ എന്തായാലും ഈ അടുത്ത റൗണ്ട് എടുക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ മറ്റേ ഡെസേർട്ട് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും സാറില്ല, ഇപ്പം ഡെസേർട്ട് കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞാലേ നമ്മൾ ഡെസേർട്ട് കിങ് ആണെന്ന്. അത് നിങ്ങൾ അറിയില്ല ഗൈസ്. അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഈ റൗണ്ട് എന്തായാലും എടുക്കുമോ ഇല്ലയോ ഗൈസ്. വൈപ്പർ 666ന്റെ പവർ നമുക്ക് നോക്കാം. ഇതാ വൈപ്പറിന്റെ ഷോട്ട് മിസ് ആവുമോ? യാ ഗൈസ് 1 ടാപ്പ് ഗൈസ്. ഓപ്പൻ ദി ചാറ്റ് വൈപ്പർ പവർ പൂവർ ഇന്റർനാഷണൽ. അടുത്ത വീഡിയോ പിന്നെ കാണാം. ഓക്കെ ബൈ.